യാദൃശ്ചികമായി ശിവൻ വീണ്ടും എത്തി അകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും ഗണേശൻ വിസമ്മതിച്ചു. എന്നാൽ ശിവൻ ബലമായി അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഗണേശൻ വടികൊണ്ട് അദ്ദേഹത്തെ അടിച്ചു. അതിൽ കോപാകുലനായ ശിവൻ സ്വന്തം ഗണങ്ങളോട് അവനെ കൊല്ലുവാൻ ആജ്ഞാപിക്കുന്നു. ശിവന്റെ ഗണങ്ങൾ ഗണേശനെ ആക്രമിക്കുന്നു. പക്ഷേ അവരാരും ഗണേശന് അനുയോജ്യരായ എതിരാളികളായിരുന്നില്ല. ഗണേശനാൽ പരാജയപ്പെട്ടതിനു ശേഷം ശിവഗണങ്ങൾ ശിവന്റെ അടുത്ത് പോയി നടന്നത് വിവരിച്ചു. ശിവഗണങ്ങൾ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയ മറ്റു ചില ദേവന്മാർ അവിടെ എത്തുന്നു. ബ്രഹ്മാവ് ഗണേശനെ ബോധ്യപ്പെടുത്തുവാൻ അവന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ബ്രഹ്മാവിനെ കണ്ടയുടൻ ഗണേശൻ അദ്ദേഹത്തെ ആക്രമിക്കുവാനൊരുങ്ങി. ഒന്നും നേടുവാനാവാതെ ബ്രഹ്മാവ് മടങ്ങി. അതിനുശേഷം ശിവൻ തന്നെ ഗണേശനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ശിവനും ഗണേശനും തമ്മിൽ ഒരു ഘോരമായ യുദ്ധം നടന്നു. ആ പോരാട്ടത്തിൽ ഗണേശൻ ആധിപത്യം സ്ഥാപിക്കുന്നതായി തിരിച്ചറിഞ്ഞ ശിവൻ തൃശൂലത്താൽ ഗണേശന്റെ തല ഛേദിച്ചു. ഗണേശന്റെ വിയോഗത്തിൽ പാർവതി അത്യധികം കോപാകുലയായി. അവളുടെ കോപം എണ്ണമറ്റ ദേവതകളുടെ പ്രത്യക്ഷീകരണത്തിലേക്ക് നയിക്കുന്നു. അവർ ദേവതകളെ വേട്ടയാടി. ഭയന്ന് വിറച്ച ദേവതകൾ പാർവതിയിൽ അഭയം തേടാൻ നിർബന്ധിതരാകുന്നു. അവർ അവളെ സ്തുതിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഗണപതി ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദേവന്മാരെപ്പോലെ ആരാധനയ്ക്ക് അർഹരാകൂ എന്നവരെ അറിയിച്ചു. ദേവന്മാർ ശിവന്റെ അടുക്കൽ പോയി ഗണപതിയെ പുനരുജ്ജീവിപ്പിക്കുവാൻ അപേക്ഷിക്കുന്നു. വടക്ക് ദിശയിലേക്ക് സഞ്ചരിച്ച് ആദ്യമായി കാണുന്ന ഏതൊരു ജീവിയുടെയും തല കൊണ്ടുവന്ന് ഗണപതിയുടെ ഉടലിൽ യോജിപ്പിക്കുവാൻ ശിവൻ അവരോട് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശം പാലിച്ച് ദേവന്മാർ വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു. ഒരു കൊമ്പ് മാത്രമുള്ള ഒരു ആനയെ കണ്ടു. അതിൻ്റെ തല വെട്ടിയെടുത്ത് ഗണേശന്റെ ഉടലിൽ കൂട്ടിച്ചേർത്തു. ശിവന്റെ അനുഗ്രഹത്താൽ ഗണേശൻ ജീവൻ പ്രാപിച്ചു. ദേവന്മാർ ഗണേശനെ ആരാധിച്ച് അവരുടെ വാസസ്ഥലത്തേക്ക് മടങ്ങി.